ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1669. ഇന്ന് ജൂലൈ മാസം 26-ാം തീയതി 208-ാമത്തെ ദിവസത്തിലെത്തി. ഏറെ തിരക്കുള്ള ആ ദേവാലയത്തിന്റെ പരിസരത്ത് അയാൾ അതിലുമേറെ നേരമായി ഒരു ക്രൂശിതനായ യേശുവിന്റെ ചിത്രം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ ഫ്രെയിം ചെയ്ത് ചില്ലിട്ട അനേക ചിത്രങ്ങൾ കാണാനിടയായി. താൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, പക്ഷേ അതൊന്നും തനിക്ക് സൂട്ടാകുന്നില്ല എന്ന് പുള്ളിക്ക് തോന്നി. തന്റെ പെട്ടിയിൽ പാകമാകുന്ന ഒരു ക്രിസ്തുവിന്റെ ഇത്തരമൊരു ചിത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ദേവാലയ പരിസരത്ത് മുഴുവൻ അന്വേഷിച്ച് അലഞ്ഞു നടന്ന് അയാൾ ശരിക്കും മടുത്തു. അയാൾ സത്യത്തില് എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്? ഒതുക്കമുള്ള ഒരു യേശുവിനെയാണ്. വേഗം തനിക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ്. പെട്ടിക്കുള്ളിൽ ഭദ്രമായിരിക്കുന്ന ഒരു കുഞ്ഞേശുവിനെ അയാൾ മാത്രമല്ല, ഞാനും ഒരുപക്ഷെ നിങ്ങളുമൊക്കെ അന്വേഷിച്ച് അലയാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ആത്മീയ യാത്ര, ആത്മീയ അന്വേഷണമൊക്കെ എന്നൊക്കെ വലിയ പേരുകളിട്ട് വിളിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ഒന്ന് ഏറ്റുപറയാവുന്നതാണ്, ഞാനും ഇങ്ങനെ എന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന, എന്റെ ചില ഭദ്രതയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്. എന്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന, എനിക്ക് ഒതുക്കി പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യേശു. ഒടുവില് ഷോപ്പുടമ അയാളോട് പറഞ്ഞു, സർ, ഹിയർ ഈസ് എ ക്രൈസ്റ്റ് ദാറ്റ് സൂട്ട്സ് യുവർ പോക്കറ്റ്. ഇവിടെ യേശു കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിന് പാകമാണ്. ഈ പോക്കറ്റ് ദൈവ വിചാരമൊന്ന് വിട്ട് നമ്മുടെ ഞായറാഴ്ച ദൈവ വിചാരത്തിലേക്കൊന്ന് എത്തിയാൽ സംഗതി രണ്ടും ഒന്നു തന്നെയാണ്. ഞായറാഴ്ച രാവിലെ എടുത്ത് ധരിക്കേണ്ട നല്ലൊരു വെടിപ്പുള്ള വസ്ത്രം പോലെ മാത്രമാവുന്നുണ്ട് യേശുബോധവും ആദരവും ആരാധനയും ഒക്കെ. ആത്മീയത അങ്ങനെ ഒരു അലങ്കാര വസ്ത്രവുമാവുന്ന കാലത്ത് നമ്മൾ ശരിക്കും ക്രിസ്തു അനുയായികളാണോ? അങ്ങനെ ഒന്ന് സ്വയം ചോദിക്കേണ്ടതാണ്. യേശു തന്നെ ലോകത്തിന് നൽകിയ ആളാണ്. ജീവനെ തന്നെ മറുവിലയായി നൽകിയ മാതൃകയാണ് കൈമാറിയത്. ലോകത്തിന്റെ സ്വസ്ഥതയായിരുന്നു, വിമോചനമായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സ്വയം സമർപ്പിച്ചത്. ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഇങ്ങനെ സ്വയം സമർപ്പിക്കണമെങ്കിൽ ത്യാഗമനുഷ്ഠിക്കാനുള്ള സന്നദ്ധത വേണ്ടേ? ത്യാഗത്തിന് വലിയ പ്രസക്തിയില്ലാത്ത ഒരു ആത്മീയതയാണ് നമ്മുടെ പരിസരത്തിൽ നിന്ന് മുഴങ്ങുന്നത്. ത്യാഗം അനുഷ്ഠിക്കാനായിട്ട് സന്നദ്ധതയില്ലാത്ത ഒരു സമർപ്പണം. നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണല്ലോ എന്നോർത്ത് കാര്യമായിട്ടൊന്ന് ലജ്ജിക്കാനും പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഈ ഒരു അപകടക്കെണിയിൽ നിന്ന് പുറത്തു വരുവാനും സാധിക്കട്ടെ. ആമേൻ.